ഷലൂൺ ഷലോം. ഞാൻ എംഎസീസം റീന ഫ്രാൻസിസ്. ഫ്രാൻസിസ് ആണോ അലക്സ് ആണോ? ഞാൻ റീന ഫ്രാൻസിസ്. ഈ വർഗീയവാദികളൊക്കെ രണ്ട് കെട്ടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലംറീന. കോഴിക്കോട് നിന്നും ജെറുസലേമിൽ നിന്നും. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് റീന. വർഗീയത പറയുന്നതിന് അവാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനം റീനക്കാണ്. അവരിൽ ചാണകമുണ്ട്. ഒന്നാം സ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പാലക്കൽ അമ്മച്ചിക്കാണ്. അതൊക്കെ ഇവിടെ എന്തേലും വർഗീയവാദി ഇങ്ങനെ ഒരു ലൈവ് ഇടാനുള്ള കാരണം എന്റെ ഫേസ്ബുക്ക് പേജ് ഇവളൊക്കെ പശുവിനുണ്ടാവാനാണ് സാധ്യത കൂടുതൽ. കാരണം പശു കരയുന്നത് പോലെയാണ് കരയുന്നത്. അതൊക്കെ ഇവിടെ എന്റെ ഫേസ്ബുക്ക് പേജ് എന്താ സംഭവിച്ചാ പറഞ്ഞേ. നാളെ രാവിലെ മുതൽ ചിലപ്പോൾ ബാൻ ചെയ്യപ്പെടും. രണ്ട് ഭർത്താവുള്ള മലംറീനയുടെ ഫേസ്ബുക്ക് പേജ് നാളെ ബാൻ ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വിവരിച്ച്. 24 മണിക്കൂറാണ് എനിക്ക് ടൈം തന്നിരിക്കുന്നത് എന്റെ ഫേസ്ബുക്ക് പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇവൾ പൊട്ടിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഗൈസ്. കാരണം ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാവർക്കും അറിയാം ഹാക്കേഴ്സ് ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളി കളിക്കുന്നുണ്ടെന്ന് ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു അലേർട്ട്. ഈ ഒരു അലേർട്ട് എന്തിൻ്റെതാന്ന് ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാവർക്കും അറിയാം. നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല. എന്താണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. എൻ്റെ പ്രൊഫൈൽ പിക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ എഴുതി വെക്കും 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പേജ് കൂട്ടിപ്പോകും. അത് കേട്ട ഉടനെ മണ്ടി റീനയെ പോലുള്ള മണ്ടന്മാരായിട്ടുള്ള ക്രിയേറ്റേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ പോയി ഫേസ്ബുക്കിൻ്റെ മെയിൽ ഐ ഡിയും കൊടുക്കും, ഫോൺ നമ്പറും കൊടുക്കും, പാസ്വേഡും കൊടുക്കും. പിന്നെ ആ പേജ് കൺട്രോൾ ചെയ്യുന്നത് ഹാക്കേഴ്സ് ആയിരിക്കും. ഇത് കണ്ടിട്ട് പോലും എൻ്റെ പേജ് നാളെ പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇവളൊക്കെ മൈൻഡ് സെറ്റ് എത്ര പൊട്ടിയായിരിക്കും അല്ലേ. പൊട്ടിയെന്നൊന്നും വിളിച്ചാൽ പോരാ, മരപ്പൊട്ടി എന്ന് വിളിച്ചാലും തെറ്റില്ല. അത്രത്തോളം എന്നെ ഈ ഹമാസ് തീവ്രവാദികൾ ഭയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവളെ പോലെയുള്ള മണ്ടികളെ പേടിക്കലാണല്ലോ ഹമാസിന്റെ ആളുകൾക്ക് ഇപ്പൊ പണി. ഹമാസിന്റെ ആളുകൾ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സേനയാണ് ഇസ്രായേലുള്ളത്. അവരോട് പിടിച്ചേക്കുന്നത്. പിന്നെയല്ലേ ഇവളെ പോലത്തെ മണ്ടിമാരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ. എന്താ പറയുന്ന മണ്ടി. അപ്പോൾ ഈ തൂറിത്തോപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്താ പറഞ്ഞത് കറക്റ്റ് ഒന്ന് വെച്ചാ ഒന്നുകൂടി വെച്ചത്. ഈ തൂറിത്തോപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. ആരും തീട്ടം റീനയെ തൂറിത്തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കാരണം തൂറിയിട്ട് ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കിയ ആളാണ് നമ്മളുടെ മലംറീന. ആ റീനയെ തൂറിത്തോപ്പിക്കാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നടക്കൂല. അതുപോലെയാണ് എന്നെ തോൽപ്പിക്കാൻ നിർവാഹമില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവളെ ഞാൻ വെറുതെ അല്ല മലംറീന എന്ന് വിളിക്കുന്നത്. ഇവളെ വായിൽ നിന്ന് തന്നെ കേട്ടില്ലേ ഇവളെ ലോകത്തുള്ള ആർക്കും തൂറി തോപ്പിക്കാൻ പറ്റൂല എന്ന് ഇവൾ സമ്മതിച്ചത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മലംറീന എന്ന് വിളിക്കുന്നത്. മലംറീനെ വന്നതാണ്. അപ്പോൾ ഇനിയും ഈ പേജ് പോകുന്നെങ്കിൽ പോകട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. അല്ല, പേജ് പോകുന്നത് കൊണ്ട് വിഷയമില്ലെങ്കിൽ എന്തിനാ പിന്നെ ഇങ്ങനെ ലൈവ് ഇട്ടത് അതിങ്ങ് പറഞ്ഞേ. പക്ഷെ അത് 3 പ്രാവശ്യം തിരിച്ചു വന്നു. പേജ് പോകുന്നത് കൊണ്ട് വിഷയമില്ല, എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അതാ മൈൻഡ് കട്ടായിട്ട് നിൽക്കുന്നത്. എന്താ മെന്റലായ സംഭവം പറഞ്ഞല്ല. വൈകിട്ട് കുടിക്കേണ്ട ഗുളിക കുടിച്ചില്ല. മാനസിക രോഗിയാണെന്ന് എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് തെളിയിച്ചിരിക്കുന്നു റീന തന്നെ മാനസിക രോഗിയാണെന്ന്. സത്യം. രാജേഷ് കുമാർ, ഹായ് ചേച്ചി, നാട്ടിലൊരു സമാധാനമില്ല, എല്ലാം നശിക്കാൻ പോകുവാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നാട്ടിൽ സമാധാനമില്ലാന്നാ. ഞാനൊക്കെ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സമാധാനമാണ്. അതേത് നാട്ടിലാ സമാധാനം ഇല്ലാത്തത്? സമാധാനം ഇല്ലാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഭരിക്കുന്നത് BJP ആയിരിക്കും. നാട്ടില് വലിയൊരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് പിണറായി ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സഖാവ് പിണറായി വിജയൻ പ്ലാൻ ഇടുന്നുണ്ടെന്നാണ് മലംറീന പറഞ്ഞു വന്നത്. ഇത്രയും ബുദ്ധിയില്ലാത്ത ആളാണോ മലംറീന? ഈ സഖാക്കളുടെ ലക്ഷ്യം തന്നെ എന്താണെന്നറിയോ? ഈ വർഗീയതയെ എതിർക്കുക. അപ്പോൾ ആ സഖാക്കളുടെ നേതാവായ സഖാവ് പിണറായി വിജയൻ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയും വിവരമുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ഇവളെ ഫോളോ ചെയ്ത് വെച്ചാൽ കുറച്ച് ആൾക്കാരെ വിശ്വസിക്കായിരിക്കും. കാരണം അവർക്ക് ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ജീവിക്കുന്ന കുറെ മണ്ടന്മാരാണ്. ബുദ്ധിയില്ലാത്തതെന്ന് വിളിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. സഖാവ് പിണറായി വിജയനൊക്കെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കുന്ന റീനെ. കലാപകാരികളെ അഴിച്ചുവിട്ട് കലാപത്തിലുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞത് കാര്യമാണ് റീന പറഞ്ഞതിൽ. അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കളിക്കുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ നിലനിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വർഗീയവാദികൾ പൂജയായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളെപ്പോലുള്ള മണ്ടികൾ കാരണം ഞങ്ങളുടെ പേര് കൂടി നശിക്കുകയാണ്. നിങ്ങളെപ്പോലെ മണ്ടികളുണ്ടല്ലോ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ പേജിന് പകരം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശപ്പെട്ടവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന തീട്ടം റീനയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താ കാരണം പറയാം? അങ്ങനെ പറയാനുള്ള കാരണം ഫേസ്ബുക്കിൽ വീഡിയോ എത്ര റീച്ച് ആയിട്ടും കാര്യമില്ല, നക്കാപ്പിച്ചേ കിട്ടുള്ളൂ. മനസ്സിലായോ? അതേ രീതിയിൽ യൂട്യൂബിൽ ആ വീഡിയോ വൈറലാവുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവൾക്ക് പൈസ കിട്ടുന്നില്ല ഫേസ്ബുക്കിൽ നിന്ന്. യൂട്യൂബിലും കൂടി വന്നിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. നീ എന്തായാലും ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് പൈസ മേടിക്കുന്നുണ്ട്. യൂട്യൂബിലും കൂടി വന്നിട്ട് നിന്നെ സഹിക്കണമെന്നാണ് ഇവൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാണാൻ പറ്റും. ആ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ,
സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ കയറി പോടി നിന്നെ ഫേസ്ബുക്കിൽ സഹിക്കുന്നത് തന്നെ വീഡിയോന് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാലും വീണ്ടും കാണിച്ചു തരും ഫേസ്ബുക്ക്. അമ്മാതിരി റീച്ചാണ് ഫേസ്ബുക്കിൽ. അപ്പം നീ യൂട്യൂബിലും കൂടി നിന്റെ വർഗീയവാദികളെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. ആ നടക്കൂല കേട്ടാ. അപ്പോൾ യോർദാൻ ഇപ്പോൾ യോർദാനോ എന്താ പറഞ്ഞത് വ്യക്തമായില്ല, ഒന്ന് കറക്റ്റ് വെച്ച. യോർദാൻ യോർദാൻ എന്ന് വെച്ചാൽ ജോർദാനാണ് യോർദാൻ എന്ന് പറഞ്ഞത്. ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവളെ പോലുള്ള വണ്ടികളോടാണല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞു കൊടുത്തെന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ ടൈം വേസ്റ്റ് ആക്കിയവരാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പൊട്ടിയാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ബുദ്ധിയും വിവരം വിവേകവും ഇല്ലാത്ത ഒരു തീറ്റ കാറ്റഗറി പെടുത്തേണ്ട ആളാണ് തീട്ടം ബ്രെയിൻ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇത്രയൊന്നും വാലൻ്റ് ആറില്ല, സോറി. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ വീണ്ടും കാണാം, ഫോളോ ചെയ്യാം.